ഹലോ എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ. നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളുടെ +2 ചാപ്റ്ററിലെ ഏറ്റവും വെയിറ്റേജ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് സീരീസ് പാരലൽ കോമ്പിനേഷൻ. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് ഞാൻ 1 at a time സീരീസിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്നും പറഞ്ഞ് ബൂസ്റ്റർ സീരീസിൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണാൻ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും ഉറപ്പായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. കാരണം അതിൽ നല്ല കുറെ കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. കാരണം കണ്ടില്ലേ, അപ്പൊ അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ഉറപ്പായിട്ടും കണ്ടിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. ഒരു വയറിന്റെ ലെങ്ത് L ആണ്, റെസിസ്റ്റൻസ് 100 Ohm. എന്നിട്ട് അവർ പറയുന്നു ഡിവൈഡഡ് ഇൻടു 10 ഈക്വൽ പാർട്സ്. 10 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫസ്റ്റ് 5 പാർട്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വൈൽ ദ നെക്സ്റ്റ് 5 പാർട്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ദ 2 കോമ്പിനേഷൻസ് ആർ അഗെയിൻ കണക്റ്റഡ് ഇൻ സീരീസ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫൈനൽ കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സീരീസ് പാരലിന്റെ ബേസിക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. മക്കളെ നോക്കിക്കേട്ടാ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് നമുക്കറിയാം. സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ? ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ ഈ I സെയിം കറണ്ട് പാസ് ചെയ്യും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ സെയിം ആണെങ്കിൽ അവർ സീരീസിലാണെന്ന് ഓർത്ത് വെക്കുക. കണ്ടീഷൻ നമ്പർ 1. ഇനി സീരീസിലാണെങ്കിൽ അവരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ചുമ്മാ എടുത്ത് ആഡ് ചെയ്താൽ മതി. R1 + R2. ഇപ്പൊ 2 എണ്ണാണുള്ളത്. N എണ്ണമാണെങ്കിൽ R1 + R2 അപ് ടു Rn വരും. ഇനി ഈ റെസിസ്റ്ററുകൾ ഐഡന്റിക്കൽ ആണെങ്കിലോ R1 R2 എന്നല്ലേ? ഇത് രണ്ടും ഐഡന്റിക്കൽ ആയിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു? R1 R2 R ആയിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു? 2R എന്ന് വരും. അപ്പൊ 5 എണ്ണം ആണെങ്കിൽ 5R വരും. N എണ്ണം ആണെങ്കിൽ NR എന്ന് വരും. ആ ലോജിക്ക് നിങ്ങൾക്ക് അറിയാം. അറ്റ് ദ സെയിം ടൈം പാരലൽ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ ആണെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ ആണെങ്കിൽ ബേസിക്കലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ? ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയിരിക്കും. ഇവിടെ ഞാൻ കോമൺ പൊട്ടൻഷ്യൽ V ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V ആയിരിക്കണം, ഇവൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും V ആയിരിക്കും. കോമൺ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും ആ രണ്ട് റെസിസ്റ്ററുകളുടെ എൻ പോയിന്റ്സിൽ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്ത് ഓർത്തിരിക്കാം? രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ ആണെങ്കിൽ അവരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാൻ അവരുടെ റെസിപ്രോക്കൽ എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അതായത് 1/R ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ 1/R1 + 1/R2 ആണ്. ആ ലോജിക്ക് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ R ഇക്വലന്റ് എന്ന് പറയുന്നത് R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 ആണ്. പാരലൽ കോമ്പിനേഷനിൽ ഡിഫിക്കൽട്ട് വാല്യൂസ് ഒക്കെ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബൂസ്റ്റർ സീരീസിൽ ഞാൻ ആ പാരലൽ കോമ്പിനേഷൻ പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്. ഒരു ഷോർട്ട് ട്രിക്ക് ഒക്കെ പറയുന്നുണ്ട്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിരുന്നാൽ എൻട്രൻസിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് റെസിസ്റ്റർ പാരലൽ ആണ്. ഈക്വൽ റെസിസ്റ്റൻസ് R1 R2 ബൈ R1 + R2 ജനറൽ ഇക്വേഷൻ എഴുതാം. ഇനി N ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് R/N ആണെന്ന് ഓർത്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇത് 10ഉം ഇത് 10ഉം ആണെങ്കിൽ ഒരാളുടെ പകുതി 10/2 രണ്ടുപേരാണ്. അപ്പൊ 10/2. R എന്ന് പറയുന്നത് ഒരാളുടെ റെസിസ്റ്റൻസ്, N എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ 10/2 രണ്ടെണ്ണം ആണെങ്കിൽ 10/2 അത് 5 എന്ന് കിട്ടും. അപ്പൊ ആ ലോജിക്കുകൾ ഓർത്തിരിക്കാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 100 Ohm റെസിസ്റ്റർ അല്ലേ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ റെസിസ്റ്റൻസ് 100 Ohm ആയിരുന്നു. നിങ്ങൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റർ 10 Ohm ആയിട്ട് മാറി. റൈറ്റ് നൗ നിങ്ങളുടെ ഒരു റെസിസ്റ്റർ R എന്ന് പറയുന്ന വാല്യൂ 10 ആയിട്ട് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്തേ? ആ 10 പാർട്സിൽ ഫസ്റ്റ് 5 പാർട്സിനെ നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്തു? സീരീസിൽ കണക്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു റെസിസ്റ്റർ അങ്ങനെ നിങ്ങൾ 5 എണ്ണം കണക്ട് ചെയ്യണം. 5 റെസിസ്റ്ററുകൾ ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്യണം. ഒരാളുടെ റെസിസ്റ്റർ R ആണെങ്കിൽ അങ്ങനെ 5 എണ്ണം നിങ്ങൾ കണക്ട് ചെയ്താൽ ഇവരുടെ ഈക്വലന്റ് റെസിസ്റ്റൻസിനെ ഞാനിപ്പോ R' എന്ന് വിളിക്കുക. അത് NR ആണെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ അല്ലെ? N ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്താൽ അത് NR ആണെന്ന് പഠിച്ചു. നമ്മൾ എത്ര എണ്ണം കണക്ട് ചെയ്തത്? 5 എണ്ണമാണ് കണക്ട് ചെയ്തത്. അപ്പൊ N എത്രയായി? N എന്ന് പറയുന്നത് 5 ആണ് അല്ലെ? R നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഒരാളുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10 എന്ന് കിട്ടി. സോ നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്ര കിട്ടി? 50 Ohm എന്ന് കിട്ടി. സീരീസിലുള്ളവരുടെ വാല്യൂ ആണ് 50 Ohm എന്ന് കിട്ടുന്നത്. ക്ലിയർ ആണ്? ഇനി അറ്റ് ദ സെയിം ടൈം അവരെന്ത് പറയുന്നുണ്ട്? അതേപോലെ തന്നെ 5 പാർട്സിനെ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമ്മൾ 5 പാർട്സിനെ ഇങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. 1 2 അങ്ങനെ 5 എണ്ണത്തിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? പാരലൽ ആയിട്ടും കണക്ട് ചെയ്യണം. ഒരാളുടെ റെസിസ്റ്റൻസ് എത്രയാ? 5 ആണ്. സോറി,
ഒരാളുടെ റെസിസ്റ്റൻസ് എത്ര? നമുക്കിപ്പോ 6 എന്ന് വിളിക്കാം. ഇപ്പോൾ ഞാൻ 6 എന്ന് വിളിക്കുവാണ്. അങ്ങനെ എത്ര എണ്ണം കണക്ട് ചെയ്തേ? 5 എണ്ണം ഞാൻ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. 5 എണ്ണം പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് ഇവരുടെ ഈക്വൽ റെസിസ്റ്റൻസിനെ ഞാൻ R ഡബിൾ ഡാഷ് എന്ന് വിളിക്കുന്നു. അത് R/N ആണ്. ഇവിടെ R എന്ന് പറഞ്ഞാൽ 10 ആണ്, N എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 10/5 എന്ന് പറയുമ്പോൾ അഗൈൻ അത് എത്ര കിട്ടും? നമുക്ക് 2 ohm എന്ന് കിട്ടും. 2 ohm എന്ന് കിട്ടും. ക്ലിയർ ആണ്? അപ്പൊ ഞാൻ സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് 50 എന്ന് കിട്ടി, പാരലലി കണക്ട് ചെയ്തപ്പോൾ എനിക്ക് 2 എന്ന് കിട്ടി. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റ് ആണ്. ഫർദർ അവരെന്താ പറഞ്ഞത്? നിങ്ങൾ 5 എണ്ണം സീരീസിലും 5 എണ്ണം പാരലലും കണക്ട് ചെയ്തതിനു ശേഷം അഗൈൻ ദീസ് 2 കോമ്പിനേഷൻസ് ആർ അഗൈൻ കണക്റ്റഡ് ഇൻ സീരീസ്. എന്നിട്ട് അവരെ തമ്മിൽ സീരീസ് കണക്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ R ഡാഷും അതേപോലെ ഈ R ഡബിൾ ഡാഷിനെയും കൂടെ സീരീസിൽ കണക്ട് ചെയ്തു. അതായത് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു R ഡാഷ് കണക്ട് ചെയ്തു, അതുമായിട്ട് സീരീസിൽ ഞാൻ ആരെ കണക്ട് ചെയ്തു? R ഡബിൾ ഡാഷ് കണക്ട് ചെയ്തു. ഇപ്പൊ സീരീസിലാണ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ ഇവരുടെ ഇക്വലന്റ് R ഇക്വലന്റ് എന്ന് പറയുന്നത് R ഡാഷ് പ്ലസ് R ഡബിൾ ഡാഷ് ആണ്. R ഡാഷ് എത്ര മക്കളെ? 50 ആണ്. R ഡബിൾ ഡാഷ് എത്ര? 2 ആണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 52 എന്ന് കിട്ടും. എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സമയമൊക്കെ എടുക്കുന്നത്. ഇതൊരു 15 സെക്കൻഡ് പോലും വേണ്ട, ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഈസ് 52. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടാവും. ഓപ്ഷൻ 4 നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കണ്ടന്റിനും കൂടുതൽ വിശേഷങ്ങൾ അറിയാനും ഉറപ്പായിട്ടും വീഡിയോസ് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് താഴെ കമന്റ് ചെയ്യുക. കണ്ടന്റ് മനസ്സിലാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ചാനൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇനിയും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.